വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ സഹോദരൻ അക്സാനുമായി ബൈക്കിൽ പോകുന്നത് കണ്ടുവെന്നാണ് ഒരു അയൽവാസി പറയുന്നത്. സിന്ധുവാണ് ഈ അയൽവാസി. അക്സാൻ ഓട്ടോറിക്ഷയിലും അഫാൻ ബൈക്കിലും മടങ്ങിയെത്തി പിന്നീടാണ് കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും സിന്ധു 24-നോട് പറഞ്ഞു. വെഞ്ഞാറമൂട് പേരുമല എന്ന് പറയപ്പെടുന്ന ഒരു കൊച്ചു സ്ഥലം, അവിടെ വലിയ ഞെട്ടലാണ് ഈ കൂട്ടക്കൊലപാതകം ഉണ്ടാക്കിയത്. അഫാൻ ഒരു ഇൻട്രോവേർട്ടായിരുന്നു. അപ്പോൾ ഈ നാട്ടുകാർക്കൊക്കെ വലിയ പരിചയമുള്ള കുടുംബമായിരുന്നു. ആ കുടുംബത്തിന് ഇന്നൊരു അവസ്ഥ വന്നതിൽ വലിയ ഞെട്ടലുണ്ട് ഇവിടുത്തെ അയൽവാസികൾ കിടക്കും. ഇപ്പോൾ നമ്മൾ ഈ അഫാൻ്റെ പേരുമലയിലെ വീടിന് തൊട്ട് മുൻപിൽ ഒരു ചായക്കടയൊക്കെ നടത്തുന്ന ഒരു ചേച്ചി നമ്മളോടൊപ്പം ചേരുകയാണ്. ചേച്ചി പേരെന്തായിരുന്നു? ഇവരെയൊക്കെ അറിയാമായിരുന്നോ? നമ്മളെ കടയിൽ നിന്നാണ് സാധനമൊക്കെ വാങ്ങിക്കും. നമ്മളടയിൽ നിന്ന് അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കും. നമ്മളടയിൽ നേരത്തെ പറ്റൊക്കെ ഉണ്ട്. ഷെമിയെ നല്ല ബന്ധമായിരുന്നു അവരുമായിട്ട്? വരും, സാധനത്തിനൊക്കെ വരും. നല്ല ഒരു പാവമാണ് പറയാം. വലിയ ഞെട്ടലായി പോയില്ലേ? കാര്യം എപ്പോഴും കാണുന്ന ആൾക്കാരല്ല. പിന്നെ മാത്രം ഒരു സങ്കടമാണ്. കാരണം അവ എപ്പോഴും ഇവിടെ വരണം. ഞാൻ ഇന്നലെ ഞാൻ കണ്ട് 4:30. ചേച്ചി എപ്പോഴായിരുന്നു കണ്ടത്? 4:30 സ്കൂൾ വിട്ട് വന്ന് ഇവിടെ ഇല്ലേ ബസ്സിൽ വന്നിറങ്ങണം. ബസ്സിൽ വന്നിറങ്ങി അവൻ ഇങ്ങനെ നടന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഈ സഹോദരൻ തന്നെ ബൈക്കിൽ കൊണ്ടുപോയി. പയ്യനെ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആട്ടയിൽ അവ ഒറ്റയ്ക്ക്. ഇപ്പോൾ കൊച്ചു പയ്യൻ മാത്രം ഒരു ആട്ടയിൽ വന്ന് ആട്ട ഇവിടെ വച്ചപ്പോൾ സ്പീഡ് കുറഞ്ഞ് അപ്പുറത്ത് പോകാൻ വേണ്ടി ആട്ട അപ്പുറത്ത് പോയി. അവ ഇറങ്ങണത് ഞാൻ കണ്ട. ആട്ടക്കാരന് ചെറുതായിട്ട് ഇങ്ങനെ ടാറ്റ ആക്കി, അവസാനത്തെ ടാറ്റ. പിന്നെ ഈ അഫാനെ കണ്ടിരുന്നു? അഫാൻ എപ്പോഴാണ് പോയെന്ന് കണ്ടിരുന്നു? ഈ മൂത്തയാള് ഇല്ല, ഈ അപ്പോഴും ബൈക്കിൽ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടോളൂ. അങ്ങോട്ട് ബൈക്കിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് ഇളയാൾ നടന്ന ഓട്ടോയിലാണ് വന്നത്. ആട്ടയിൽ തന്നെ വന്നത്. ഭക്ഷണം കയ്യിൽ കവറും വല്ലതും ഉണ്ടായിരുന്നു? കവറുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ കവറുണ്ടായിരുന്നു. അവ അങ്ങോട്ട് പോയിട്ട് ആ സ്പീഡിൽ തന്നെ ഇപ്പോഴും ഞാൻ തൂണിൻ്റെ മുട്ടിൽ തന്നെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവതോ ആ വീട്ടിലോട്ട് പോയി. കാരണം അവൻ്റെ ഉമ്മ ചിലപ്പോൾ അവിടെ ആയിരിക്കും താക്കോല് കൊടുത്തിട്ട് പോകണമായിരിക്കും. കാരണം അത് ലോക്കല്ലേ. പിന്നെ പോലീസ് ജീപ്പ് വന്നപ്പം അതൊന്നും ഞങ്ങൾ അറിയണില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ഈ വലിയ സാമ്പത്തിക ബാധയൊക്കെ ഇവർ കൊണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിരുന്നു? അങ്ങനെയല്ലോ അറിയാമോ? ഇല്ല, അവളങ്ങനെ ആൾ പാവോ. അവളെ ബുദ്ധിമുട്ടൊന്നും ആരോടെയും പറയൂല. അയ്യായിരുന്നല്ലേ? ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ സ്ഥിരം വരും ഒരേ സാധനത്തിനും മാവിനും ചപ്പാത്തിക്കും. ഈ പെൺകുട്ടി എന്ന് പറയുന്ന കണ്ടിട്ട് പോലും ഇല്ല. ഈ മൂന്നാമത് ഒരാളുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ അവിടെ ചോദിക്കുകയും ചെയ്തു, അവൻ്റെ പാപ്പ വന്നാന്ന് ചോദിച്ച്. അപ്പോൾ അല്ല, ഒരു പെണ്ണാണെന്ന് പറഞ്ഞപ്പം പറഞ്ഞ് അവിടെ നിന്നവരാണ് അവൻ്റെ സഹോദരൻ്റെ മോളായിരിക്കും. അതൊരു കൊച്ചുകുട്ടി കൂടെ അവിടെ വരും, അതായിരിക്കും. അപ്പം വേറെ ഒരാണെന്ന് പറഞ്ഞ് ഇല്ല, 10-20 വയസ്സായ ഒരു കൊച്ചാണ്. അപ്പോഴാണ് ഞങ്ങൾ അന്തം വിട്ടു. അങ്ങനെ ഒരു കൊച്ചവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ആൾ പാവമാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ വരും. ഇപ്പോഴാണ് ഈ 2-3 മാസം കൊണ്ട് അവ അങ്ങനെ വരണില്ല. ഇളയൻ്റെ തോളിൽ കൈയും പിടിച്ച് സാധനത്തിന് വരും. അന്ന് തണുത്ത വെള്ളങ്ങൾ തന്നെ വാങ്ങിക്കും. പിന്നെ കേക്ക്, അങ്ങനെ ഐറ്റങ്ങൾ. പിന്നെ വീട്ടു സാധനം എൻ്റെ ഉമ്മയാണ് ഇറങ്ങി വന്ന് വാങ്ങിക്കണം. നല്ല ഒരു സ്നേഹമുള്ള രണ്ടുപേരും. അവനെ എന്തോന്ന് നല്ല കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പള്ളിയിൽ പോകുന്നത്. എന്ത് ചെയ്തെന്ന് ചോദിച്ചു. സ്കൂൾ വിട്ട് വന്ന ഉടനെ 4:30 ഇവിടെ വന്നിറങ്ങി. അപ്പോഴും തന്നെ കൊണ്ടുപോയി. തിരിച്ചെടുത്തോണ്ട് വരുമായിരുന്നു? ഇല്ല, അവൻ അങ്ങോട്ട് കയറിയതേ ഉള്ളുമായിരിക്കും. ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയില്ലായിരുന്നു. അപ്പോഴും എന്നെ ബൈക്കിൽ കൊണ്ടുപോകണ കണ്ടു. വലിയ ഞെട്ടലായി പോയി. പിന്നെ ആ കൊച്ചിനെ മാത്രമേ നമുക്കൊന്നും അവ എപ്പോഴും വന്ന എനിക്ക് വാക്കില്ല. ഇതാണ് ഈ നാട്ടുകാരുടെ സങ്കടം. കാരണം ഇവരെപ്പോഴും കാണുന്ന ഇവരുടെ കൺമുന്നിലുണ്ടായിരുന്ന 2 പേരാണ്. അവരിൽ ഒരാളാണ് ഈ കൊലപാതകം നടത്തിയത്. ആരെന്ത് പറഞ്ഞാലും ഒന്നും പറയില്ല, അവൻ ചിരിക്കുകയുള്ളൂ. വൈകാരികമാണ്. കാരണം നമുക്കറിയാം, നാട്ടിൻപുറമാണ്, എപ്പോഴും വലിയ ബന്ധമുണ്ട്. ഇതൊരു കടയാണ്. അപ്പോൾ ഇവിടേക്കൊക്കെ സാധനം വാങ്ങാൻ അവർ എത്തുമായിരുന്നു. ആ ഞെട്ടൽ ഈ നാടിനെ ഒന്നാകെ ബാധിച്ചിട്ടുണ്ട്. ക്യാമറമാൻ അനന്തുവിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.